എന്റെ കൂടെ കേട്ടിക്കോ. കംപ്ലൈന്റ് പറയും. വേണ്ട, ഞാൻ ഇന്ന് തൂങ്ങിക്കാം. സാറിന്റെ പേര് ഞാൻ ഇത് ഉറപ്പാ. എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു ആ കോൺട്രാക്ട്. ഞാൻ ഓടിച്ചോ? റോഡ് ഞാൻ ഓടിച്ചായിരുന്നു. പോകുന്നില്ല ഞങ്ങള്. വേണ്ടെന്നേ. നിങ്ങൾ മാറല്ലെങ്കിൽ എന്റെ പേര് കൂടെ കേട്ടിക്കോ. കേട്ടിക്കോ. എന്തായാലും ഇന്നുമായിട്ട് ഞാൻ സാറിന്റെ പേര് ഞാൻ ഉറപ്പാ. ഞാൻ അത്രയും ഫസ്ട്രേറ്റഡ്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. സാറേ അവിടെ പറഞ്ഞോ. എന്നിട്ട് ആ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞ ഗവൺമെന്റ് എടുത്ത് പറയൂ. നിങ്ങൾക്ക് ലോകം അവസാനിക്കല്ലേ? ഗവൺമെന്റ് എടുത്ത് പറയൂ. വലിയ പ്രശ്നമാവും. എന്റെ തെറ്റ് നടത്തി പ്രതി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. ഞാൻ പോക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. ഞാൻ നൈറ്റ് മരിക്കും. ഫീലിംഗ് സാറ് മനസ്സിലാക്കുന്നില്ലാത്തതുകൊണ്ട് മാത്രം. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എന്റെ ജോലി ചെയ്യുവാണ്. അവള് മൂന്നാമത്തെ ചാൻസിലല്ലേ വരുന്നത്. എന്തെങ്കിലും റോഡ് ഓടിച്ചിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടാക്കണം. സാറി വേണ്ട ഒരുപാട് അവസരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി എവിടെയാ അവസരം? ഒരാഴ്ച ആണ് സാറേ. അവർക്ക് വേറെ ആളെ വെച്ച് തെറ്റിറങ്ങാം. പുള്ളിക്ക് നേരിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കും സാറേ. സാറേ ഞങ്ങളെല്ലാം ഭാഗം പിടിച്ചതാണ്. ഞാൻ സാറിന് അയൽക്കാരനാണ്. എപ്പോ കിടക്കാനാണ് നമ്മളിതിനകത്ത് വേറെ ഇപ്പൊ ഞാൻ പേരില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സാറേ തന്നെ ഫെയിലാക്കുമായിരിക്കും. ഇതിന്റെ അത് സാറ് ഇതിനകത്ത് ചിന്തിക്കേണ്ട അതെ. അല്ല എന്തുകൊണ്ടും ചെയ്തു. എനിക്ക് എന്റെ വിഷയമല്ല. ഇന്നത്തെ വേറെ സാറൊരു കാര്യം മനസ്സിലാക്കണം. ആ സാറ് പറഞ്ഞ കറക്റ്റാണ്. ഞങ്ങൾ ട്രൈ സ്കൂളിൽ നിന്ന് തന്നെ പറയാൻ മതിയോ? എത്തെടുപ്പിക്കുന്ന എന്തിനാ? റിവേഴ്സിന്റെ കാര്യത്തിൽ എനിക്ക് ഞാൻ ജോലി ചെയ്ത് കഞ്ഞുപിടിക്കുന്നു. ഞാൻ 4 ഗിയർ ഇട്ട് വണ്ടി മര്യാദക്ക് റോട്ടി ഓടിച്ചു. നിങ്ങൾ എല്ലാരും കണ്ടല്ലേ? മോളിസ്റ്റർ ഇനി ലൈഫ് ഒത്തിരി ഉള്ള പറഞ്ഞാൽ അതിന് എനിക്കൊന്നുമില്ല. ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതുകൊണ്ട് തന്നെയാ പറയുന്നത്. അതുകൊണ്ട് തന്നെയാ സാറിനോടും പറയുന്നത്. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. എല്ലാ പ്രാവശ്യവും സാറിന്റെ അടുത്ത് വരുന്ന പിള്ളേർ മുഴുവൻ തോക്കുക. 15 പ്രാവശ്യം 20 പ്രാവശ്യം ഞാൻ ഒരു റിവേഴ്സും അവർക്ക് പോകാൻ ഞാൻ അവിടെ കൊണ്ടുപോയപ്പോ കയറ്റം കൂടുതല അല്ലെങ്കിൽ എടുക്കാൻ പാടാൻ ചോദിക്കാം. നിങ്ങൾ ആലോചിച്ച് പോകും. അത് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ആ കുട്ടി പറയുന്നത് ഓടിക്കാത്ത ഒരാൾക്ക് ഞാൻ കൊടുക്കാൻ പറ്റുമോ? വേണ്ടിയാണ് കുട്ടിയെ കൊണ്ടു നടന്ന് ഞാൻ ഏറ്റവും ചെറുതായിട്ടുള്ളവരോട് കൊടുത്തു. നിങ്ങളിത് കാണുന്നില്ലേ? അച്ഛനല്ലേ? അതൊന്നുമല്ല. സാറ് മോശമായിട്ട് മോളോട് പെരുമാറുന്ന ഞാൻ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. വേണ്ട സാറേ വേണ്ട. ഇതൊക്കെ തൽക്കാലം എന്ത് റിക്വസ്റ്റ് ചെയ്യുന്നു? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ഇച്ചിരി ചെരിഞ്ഞു പോയെന്ന് പറഞ്ഞ സാറ് കഴിഞ്ഞ പ്രാവശ്യം വെയിലാക്കിയിട്ട് ചെരിച്ചാ നിർത്തിയത്. ഇച്ചിരി ചെരിച്ചു നിർത്തിയത്. നമ്പർ കേട്ടോ. ഞാൻ എവിടെല്ലാം കൊണ്ടുവന്നിട്ട് കാരണം കാര്യം മനസ്സിലായല്ലോ. വൈകിട്ട് ഞങ്ങളെ